ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പം ഞാനും അമ്മയും കൂടി ശനിയാഴ്ച ഇങ്ങനെ പ്ലാനിട്ട് അമ്മ നമുക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പോകാം, കുറേ നാളായല്ലോ പോകണമെന്നിരിക്കുക, എനിക്ക് ഭയങ്കര ആഗ്രഹമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞേക്കെന്നാൽ ശരി, നമുക്ക് എന്തായാലും അമ്മ പറഞ്ഞേക്ക് ശരി, എന്നാൽ നമുക്കെന്നാൽ പോവാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാനും അമ്മയും കൂടി രാവിലെ വെളുപ്പിനെ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായി ഞങ്ങളത് 4 മണിക്ക് ഇറങ്ങാൻ ഇരിക്കുകയാണ്. അപ്പം അങ്ങനെ പുറത്ത് വന്നപ്പോൾ നല്ല ഇരുട്ടെന്ന് വെച്ചാൽ നല്ല ഇരുട്ട്, ആരും എഴുന്നേറ്റില്ല. അപ്പോൾ വേഗം തുണിയൊക്കെ അമ്മ ഓൾറെഡി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ വിരിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ അങ്ങനെ വേഗം ചെന്ന് അതും വിരിച്ച് പിന്നെ വണ്ടി എടുത്തിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ ഇപ്പോൾ വണ്ടിയൊക്കെ വളച്ച് എന്തായാലും എന്താ പറയുക, ടോളിലേക്ക് അവിടെ വണ്ടി വെച്ചിട്ട് ഞങ്ങൾ പോവുള്ളൂ. വണ്ടിയിൽ എന്തായാലും പോവില്ല, എനിക്ക് അത്ര ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് ബാക്ക് പെയിൻ പെട്ടെന്ന് സ്റ്റാർട്ടാവും. അപ്പം അങ്ങനെ ഞാനും അമ്മയും കൂടി ഇങ്ങനെ എന്താ പറയുക പോയിക്കൊണ്ട് ഞങ്ങൾ രണ്ടുപേരുടെ യാത്ര സ്റ്റാർട്ടായി. അപ്പം അങ്ങനെ പള്ളിയുടെ അവിടെയാണ് ഞങ്ങൾ വണ്ടി വെച്ചത്. പള്ളിയുടെ അകത്തല്ല, അതിൻ്റെ പുറത്ത് ഞങ്ങൾ വണ്ടി വെച്ചു. അപ്പം അങ്ങനെ പള്ളിയിൽ കുരിശിന് എന്താ പറയുക, പള്ളീനെ കുറിച്ചൊന്ന് അവിടെയും ജസ്റ്റ് തൊഴുതിട്ടൊക്കെ വന്നു. എല്ലാം കഴിഞ്ഞ ശേഷം വണ്ടി മെട്രോയുടെ താഴെയാണ് വണ്ടി വെച്ചിരുന്നത് ഞങ്ങൾ. അപ്പോൾ അവിടെ നമ്മൾ അമൃത ഹോസ്പിറ്റലിലേക്ക് പോകില്ലേ, അവിടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പം അങ്ങനെ ബസ് വന്നു. ബസ്സിൻ്റെ എന്താ പറയുക, ഒരു 5 മണി ആയപ്പോൾ ബസ് വന്നു, ഗുരുവായൂർ ബസ്. അപ്പം അങ്ങനെ ഞങ്ങൾ 2 പേർക്ക് 174 ബസ് ടിക്കറ്റ്. അപ്പോൾ ഞാൻ കുറച്ച് ഇടയ്ക്ക് ഉറങ്ങിപ്പോയി. അപ്പം അമ്മ എന്നെ എണീപ്പിച്ചത് ഒരു ആനതേ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അതിൻ്റെയും വീഡിയോ എടുത്തു. അങ്ങനെ ഗുരുവായൂർ എത്തി. ഭയങ്കര സന്തോഷമായി. കാരണം വെച്ചാൽ കുറേ നാൾ ശേഷം കേട്ടോ ഞാൻ പോണത് തന്നെ, നാളല്ല കുറച്ച് വർഷമായിന്ന് തോന്നും. അപ്പം അങ്ങനെ ഫോണൊക്കെ അവിടെ ഒന്നും അല്ല, അവിടെയൊക്കെ പൂട്ടി വെച്ചു. അങ്ങനെ ഞങ്ങൾ തൊഴുത് നല്ല രീതിക്ക് ഞങ്ങൾ കുറേ ലൈനിലൊക്കെ നിന്നു കേട്ടോ. അങ്ങനെ ദർശനമൊക്കെ ചെയ്ത് എല്ലാം നല്ല രീതിയായി. അങ്ങനെ പായസം വേണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അമ്മ പായസമൊക്കെ മേടിച്ചുകൊണ്ട് വന്നു, ചൂട് പായസം, അടിപൊളിയായിരുന്നു. അങ്ങനെ അതിനെയും ക്യൂ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ ശേഷം കുറേ അവിടെ കളിപ്പാട്ടും കാര്യങ്ങളൊക്കെ കുറേ ഉണ്ടായി. എൻ്റെ പേരിൽ ലോഡ്ജ് ഉണ്ട് അവിടെ, മാധവി ലോഡ്ജ്. ഓക്കെ, അപ്പം അങ്ങനെ ഫുഡ് ഞാൻ രാവിലെ തൊട്ടൊന്നും കഴിച്ചില്ല, ഞാനും അമ്മയും കൂടി. അപ്പം അങ്ങനെ ഞങ്ങൾ ഡയറക്റ്റ്ലി ഫുഡ് കഴിച്ചു 12 മണിയായി. അപ്പം ബാക്ക് ടു ഹോമാണ് ഞങ്ങൾ. അപ്പോൾ ഭയങ്കര ചൂടും കൂടെ ഒരു രക്ഷയില്ല കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ ബാക്ക് ടു ഹോമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എറണാകുളം ബസ്സാണ്, പക്ഷേ ഞങ്ങൾക്ക് പണി പാളി. അങ്ങനെയുണ്ട് കഥ. അപ്പോൾ ചേച്ചിയുടെ വീടൊക്കെ എത്തി. ഇത്രയേ ഉള്ളൂ.